10 ലക്ഷം അക്കൗണ്ടിൽ കയറിയ ഉടനെ തന്നെ ഞാൻ പൊട്ടിത്തെറിയിൽ നശിച്ചുപോയ വീടൊക്കെ ഒന്ന് പുതുക്കി പണിതു. വണ്ടി വിറ്റിട്ട് വേറെ കാരണം മേടിക്കണമെന്ന് ആദ്യം തീരുമാനിച്ചെങ്കിലും എൻ്റെ ഈ ഐശ്വര്യങ്ങൾക്ക് കാരണം ഇവനാണല്ലോ എന്നോർത്തപ്പോ വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് വിൽക്കാതെ ഒന്നുകൂടി നന്നാക്കി പൊടി തട്ടിയെടുക്കാമെന്ന് കരുതി. എടാ ഭായി, വണ്ടിയൊന്ന് നോക്കിയേ. എന്താ കുട്ടായി, പൈസ എഴുതിയിരിക്കൂല്ലേ, വേറെ ഒന്ന് നോക്കിക്കൂടെ? ഇവനാ എൻ്റെ ഐശ്വര്യങ്ങളുടെ കാരണം. ഇവനെ ഞാൻ ഉടനെ ഒന്നും വിടുന്നില്ല. ഇത് പോരാ പോയി ചേട്ടാ, ഇത് പൊള്ളിക്കാൻ കൊടുക്കോ നല്ലത്. ഞാൻ മേടിച്ചോളാം ചേട്ടാ. അതവൻ പൊള്ളിക്കോ കറി വെക്കോ എന്തൊന്നു വെച്ചാൽ ചെയ്തോളൂ. നീ പറഞ്ഞു പണിയെടുക്ക്. ആരേത്? പുതിയ പയ്യനാ, പണി പിടിക്കാമോ? ഇപ്പോൾ പഴയതുപോലെയൊന്നുമല്ല. നാട്ടിലേക്കുള്ള ഇപ്പൊ എനിക്ക് ഭയങ്കര വിലയാ. നടേശനടുത്തിട്ടത്തിൽ നാട്ടുകാർ എനിക്ക് ധീരതയ്ക്കുള്ളൊരു സ്വീകരണമൊക്കെ തന്നു. നടേശന്റെ മരണത്തിന്റെ തണുപ്പുള്ള കത്തി എന്റെ കഴുത്തിൽ അമർന്നപ്പോഴും ഞാൻ ചിന്തിച്ചത് എന്നെ കുറിച്ചായിരുന്നില്ല. എന്റെ മുന്നിൽ പതൊരു തൂരുമെഴുകി നിന്നിരുന്ന സാറിനെ കുറിച്ചായിരുന്നു. സാറിനോട് ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, സാർ, എന്റെ മേൽ വീഴുന്ന ഈ കത്തിമുനയല്ല, മറിച്ച് സാറിന്റെ കയ്യിലിരിക്കുന്ന തോക്കിലെ ഉണ്ടകളാണ് ഈ നാടിന് ആവശ്യം. എന്നെ വിട്ടേക്കൂ സാർ, നിങ്ങൾ സേഫായിരിക്കൂ, നിങ്ങൾ രക്ഷപ്പെട്ടോളൂ. എന്നെ ബലി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ കമ്മിലെ തീഷ്ണത കണ്ടിട്ടായിരിക്കണം കുട്ടായി ബായ് എന്നുള്ള നടേശന്റെ വിളി ഇപ്പോഴും എന്റെ കാതുകളിൽ മന്ത്രിക്കുന്നു. നാട്ടിൽ ഞാനൊരു സെൻസേഷൻ ആയതുകൊണ്ടും ഓൾറെഡി എനിക്ക് എതിരെ ഒരു അക്രമം വന്നതുകൊണ്ടും സർക്കാർ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ചു. അങ്ങനെ ഞാൻ നാട്ടിലൊരു തരംഗമായി മാറിക്കൊണ്ടിരുന്നു. സഹിതൊരു ശല്യ. പതുക്കെ പറയണ, പുള്ളി എഴുന്നേക്കും. എഴുന്നേക്കട്ടെ. ആന തരുവലിക്കും പോലെ ഊർക്കം വലിക്കുന്നേ. ആരാ ഇത്? എന്താ കേസ്? പുള്ളിനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നടേശൻ. പണ്ട് കൊച്ചിയിൽ വന്നിട്ട് നടേശന്റെ ആളാന്ന് പറഞ്ഞ ഏതവന്റെ കിടുങ്ങാമണി വരയ്ക്കുമായിരുന്നു. ഇപ്പൊ മണി തുരിപ്പിച്ചു പോയിട്ടോ, വരയ്ക്കാറില്ല. ഇടുക്കേസിന് ശേഷം പുള്ളിയുടെ മാർക്കറ്റ് ഇടിഞ്ഞു പോയില്ലേ. ഇവിടെ കുട്ടായുടെ കേസേ ഇപ്പൊ ബി നടേശൻ എന്നറിയപ്പെടുന്നേ. ഒന്ന് പതുക്കെ പറയടാ. നടേശ, എനിക്കൊരു വിസിറ്റുണ്ട്. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? ഞാൻ മേടിച്ചോളാം ചേട്ടാ. എന്തെങ്കിലും ഒരു പണി തരണം ചേട്ടാ. ഇവിടെ പണിയൊന്നുമില്ല. പൊക്കെ ശമ്പളം വേണ്ട ചേട്ടാ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഭക്ഷണവും വേണ്ട ചേട്ടാ.